സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഭർത്താവ് എവിടെ പോയിരിക്കുകയായിരുന്നു? നിധിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ടണ്ടടങ്. സാരിയാണല്ലോ. ഇതെന്താ ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ? എന്താ വിശേഷം? എന്ത് വിശേഷമാണെന്ന്? ഇന്ന് എത്ര സന്തോഷമുള്ള കാര്യം നടന്നത്. അതിന്റെ ഒരു ആഘോഷം വേണ്ടേ? ഭൂമി പൂജ കഴിഞ്ഞ് ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. കൺസ്ട്രക്ഷൻ പോലും ആരംഭിച്ചിട്ടില്ല. അതിനു മുന്നേ ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് കിട്ടിയെന്ന് പറയുമ്പോ അതൊരു ചെറിയ കാര്യമാണോ? അതും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഗോപാലകൃഷ്ണൻ സാറിന്റെ കയ്യിൽ നിന്നും. ശരിയാണ് ഗൗതം. ഏതൊരു സംരംഭത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അതിന്റെ നല്ല തുടക്കമാണ്. സത്യത്തില് ഈ ഗിഫ്റ്റ് എനിക്കല്ല തരേണ്ടത്. ഒരു ഗിഫ്റ്റ് വാങ്ങി ഞാൻ ഗൗതമിന് വേണം തരാൻ. കാരണം ഈ ബിസിനസിന്റെ എല്ലാ പ്ലാനും ഗൗതമിന്റേതാ. എന്റെ ഗിഫ്റ്റ് അല്ലേ ഈ മുന്നിൽ നിൽക്കുന്നത്. ഇതിലും വലുതായിട്ട് എനിക്ക് എന്താ വേണ്ടത്? എങ്ങനെയുണ്ട്? എന്ത് ഇങ്ങനെ പിടിച്ചത് എങ്ങനെയുണ്ടെന്നാണോ ചോദിച്ചേ? അതല്ല, സാരി എങ്ങനെയുണ്ടെന്ന്. അത് പിന്നെ തെറ്റുമോ? സെലക്ഷൻ ഗൗതമിന്റെ അല്ലേ? നമ്മുടെ സമയം തെളിഞ്ഞു തുടങ്ങി മോളെ. ഇനി കഷ്ടപ്പാടുകളെല്ലാം മാറും. അതെ, നീ വേഗം പോയി സാരി മാറി വന്നേ. ഇപ്പോഴോ? അത് വേണ്ട, നമുക്കേ അമ്പലത്തിൽ പോകുമ്പോ എടുത്തോണ്ട് പോവാം. നോ 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 നോ, എനിക്ക് ഇപ്പൊ തന്നെ ഈ സാരി കൊടുത്ത് നിന്നെ കാണണം. ഇപ്പൊ തന്നെ വേണോ? വേണം, എനിക്ക് കണ്ടേ പറ്റൂ. എങ്കിലൊരു കാര്യം ചെയ്യും, വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി സാരി എടുത്തോണ്ട് വരാം. ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ കൂടി വരാം. സാരി ഉടുക്കുമ്പോ എങ്ങനെ ഉണ്ടെന്ന് എനിക്കൊന്ന് കാണാലോ. അയ്യടാ മോനെ, ആ പുതിയ അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. മോൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അല്ല, അത് ഞാനും കൂടെ വരാന്നേ. എന്നാ പിന്നെ ഞാനും വരും. കരയും കടലും ഗൗതം ലഞ്ചത്തിലാടി, ഇവളെ കണ്ടാ കാറ്റും ഇഷ്ടം കൂടി. പതിവായി കാണും പലരാണേലും പകൽ പൂരം കാണാൻ ഇവളോടൊപ്പം കൂടി. നല്ലോണമാടാനായി കൊതിയുള്ളോളാണ്, വെറുതെ നിൽക്കുമ്പോൾ മൂളിപ്പാടുന്നോളാണ്. ഒരു ജന്മം തീരാ കണ്ണീരിൽ നീന്തി ചിരുതുകി നിൽക്കും പെണ്ണാണ്. ഗൗതം വേണ്ട. മുല്ലപ്പൂവേ, നിന്നെ പോലും വെല്ലും പെണ്ണാണിവൾ. കാണും തോറും കാണാൻ തോന്നും പൊന്നിൻ മൊഞ്ചുള്ളവൾ. പകലൊഴുകുന്ന നിലാവോ, കൊലുസണിയുന്ന കവിതയോ. ബിൽഡിങ്ങിന്റെ ബ്ലൂ പ്രിന്റ് കിട്ടിയോ സാർ? വലിയ സന്തോഷത്തിലാണല്ലോ. എന്റെ ഐഡിയസ് മുഴുവൻ പൂർണ്ണമായിട്ട് ഇതിൽ വന്നിട്ടുണ്ട് ഹരീന്ദ്ര. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് എന്താണോ അത് ഈ സ്കെച്ചിലും കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് വെറുമൊരു ബിസിനസ് മാത്രമല്ല, എന്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാ. ഫ്ലാറ്റ് കെട്ടിയുണ്ടാക്കുന്നതും അത് വിറ്റ് പണം നേടുന്നതിലൊന്നും ഞാൻ തൃപ്തനാവുന്നില്ല. നമ്മുടെ കയ്യിൽ നിന്നും ആ ഫ്ലാറ്റ് വാങ്ങി അതിൽ താമസിക്കുന്ന ആളിന് സ്വന്തം തറവാട്ടിൽ താമസിക്കുന്ന സംതൃപ്തി കിട്ടണം. അതാണ് എന്റെ ലക്ഷ്യം. ഉറക്കത്തിൽ പോലും ഞാൻ എന്റെ മനസ്സിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ ചെയ്ത ഈ സ്കെച്ച്. ഇറ്റ്സ് മൈ ഡ്രീം പ്രോജക്റ്റ്. സാർ ഒന്ന് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. സോറി ഹരീന്ദ്ര, തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ ഞാനിത് കാണിക്കില്ല. അതെന്താ സാർ? ഈ ഡിസൈൻ ഞാനല്ലാതെ ആദ്യം കാണേണ്ടത് എന്റെ നിധിയ. ലക്ഷ്യത്തിലെത്തില്ല എന്നുള്ള ആശങ്കയിൽ ഞാൻ തളർന്നു പോയപ്പോഴൊക്കെ എന്നെ എൻകറേജ് ചെയ്ത് കൂടുവെന്നത് അവളാ. നിധി കൂടിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഞാനുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനല്ല ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തത്, നിധിയ. അതുകൊണ്ട് തന്നെ ഈ ബ്ലൂ പ്രിന്റ്
ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് നിധിയെയാ. അത് കഴിഞ്ഞ് ഞാനതങ്ങ് ഹരീന്ദ്രനെ ഏൽപ്പിക്കാം. എന്താ, ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ സാർ. സാറിന്റെ ഈ തീരുമാനം പെർഫെക്റ്റ് ആണ്. ഹാ. അതിന്റെ ഐശ്വര്യം നമ്മുടെ ഈ പ്രോജക്റ്റ് ഉണ്ടാവും സാർ. ആ, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പൊ തന്നെ നേരെ സ്കൂളിലേക്ക് പോവാം. ടീച്ചർ അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന തിരക്കിലായിരിക്കും. സാരമില്ല, പ്രിൻസിപ്പാളിന്റെ പെർമിഷൻ എടുത്തിട്ടായാലും ഒരു 5 മിനിറ്റ് നമ്മുടെ ടീച്ചർ ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കും. പോയിട്ട് വരട്ടെ. ശരി സാർ. മോളെ കഴിക്ക. ആദിത്യ, ദേ ആ കറിയൊക്കെ കുട്ടിയും കഴിച്ച് വേഗാവട്ടെ. മോളെ കുഴച്ചങ്ങ് കഴിക്കേ. ഞാൻ കഴിച്ചോണ്ടിരിക്കായമ്മേ. ആ ആദർശ, നീ എന്താ കഴിക്കാതിരിക്കുന്നത്? എനിക്ക് മതി ടീച്ചർ. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. കുറച്ചുകൂടി കഴിച്ചേ പറ്റൂ. വേണ്ട, എനിക്ക് മതിയായി. ആ, ഇനി നിധി വാരി കൊടുത്താലേ അവൻ കഴിക്കൂ. അതാണല്ലോ ശീലം. ആഹാ, എങ്കി പിന്നെ ശീലം തെറ്റിക്കണ്ട. ആന്റി തന്നെ വാരിത്തരാം. മാതർക്ക് മുഴുവനും കഴിക്കണം. വേഗം കഴിക്കും. ഇവിടെ മതി, നിർത്തിക്കോ. അത് ചേട്ടാ, ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമോ? ഇപ്പൊ വരാം. നമസ്കാരം സാർ. ആ, നമസ്കാരം. ഗൗതം സാറല്ലേ? അതെ, എന്നെ അറിയോ? നിധി ടീച്ചറുടെ ഹസ്ബൻഡ് ആണെന്നറിയാം. ഞാൻ നിധിയെ ഒന്ന് കാണാൻ വന്നതാ. ക്ലാസ് ടൈം ആണോ? അല്ല, ലഞ്ച് ബ്രേക്കായി. ആ നിധി ടീച്ചർ മിക്കവാറും ഡൈനിങ് ഹാളിൽ കാണും. സാർ അങ്ങോട്ട് ചെന്നോ? ആ, ശരിയെന്നാ. ആ. നിധി ആന്റി, ഇതാ ഇവൻ എന്റെ വെള്ളം എടുത്ത് കുടിക്കുന്നു. കുറച്ച് വെള്ളമല്ലേ മോനെ, അവൻ കുടിച്ചോട്ടെ. എങ്കിൽ അവന്റെ വെള്ളം ഞാൻ എടുത്ത് കുടിക്കും. ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം മാറി കുടിച്ചോ. പ്രശ്നം തീർന്നില്ലേ? ആദർശ, ദാ കഴിക്കും. എനിക്ക് മതി ആന്റി. ആ, മതിയെന്ന് പറഞ്ഞാ പറ്റില്ല. മുഴുവനും കഴിച്ചേ പറ്റൂ. വേണ്ട, ഇനി കഴിച്ച് എന്റെ വയറ് പൊട്ടിപ്പോ. ഞാൻ പോവാ. ആദർശ്, ആദർശ്, മോനെ മോനെ പോവല്ലേടാ. അവനെ വിട്ടേക്ക് നിധി, ഇനി അവൻ കഴിക്കില്ല. നിധി ആന്റി, ഞാനും നിർത്തിക്കോട്ടെ. ദേ, അവൻ എഴുന്നേറ്റ് ഓടിയെന്ന് വിചാരിച്ച് നിങ്ങളെ ആരെയും അനുവദിക്കുമെന്ന് വിചാരിക്കണ്ട. മുഴുവനും കഴിച്ചിട്ടേ എല്ലാവരും ഞാൻ പുറത്തേക്ക് വിടൂ. കേട്ടല്ലോ? ആ, വേഗം കഴിക്കാൻ നോക്ക്. ആ, നിക്ക് അങ്ങനെ അങ്ങ് ഓടിപ്പോയാലോ? ഒരു കാര്യം ചോദിക്കട്ടെ, ആ നിധി ടീച്ചർ ഇവിടെ എങ്ങനെ കണ്ടായിരുന്നോ? മോൻ അറിയോ നിധി ടീച്ചറെ? നിധി ടീച്ചറോ? നിധി ആന്റി അല്ലേ? നിധി ആന്റി ടീച്ചറല്ല, ആയമ്മയാ.